നമസ്കാരം. ചരിത്രത്തിലാദ്യമായി നരേന്ദ്രമോദിയുടെ പതിവ് മറുപടിയില്ലാതെ ലോക്സഭ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം പാസാക്കി. പാർലമെന്റിന്റെ ഉള്ളിൽ വെച്ച് നരേന്ദ്രമോദിയെ കായികമായി നേരിടാൻ ഒരു ശ്രമം നടന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളും കോൺഗ്രസ് വനിതാ എംപിമാരും ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളാണ് ഒരു ഗൂഢാലോചന നടത്തിയത്. ഈ വിവരം പാർലമെന്റിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും അവർ അത് SPGയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. കാരണം പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് SPG സംഘമാണ്. ആ വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്പീക്കറെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സ്പീക്കർ ഓം ബിർള മോദിയോട് പാർലമെന്റിൽ വരരുത് എന്നൊരു നിർദ്ദേശം നൽകിയത്. ഇതിനു മുമ്പ് തൃണമൂൽ കോൺഗ്രസിന്റെ MP കല്യാൺ ബാനർജി ഇയാൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സീറ്റിന് മുന്നിലെത്തി മോദിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചു. അത് പ്രതിപക്ഷത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അതായത് മോദിയുടെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് എത്തിക്കഴിഞ്ഞാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുമോ എന്നത്. നിലവിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ മുദ്രാവാക്യം വിളി മൂലം പാർലമെന്റിന്റെ നടപടികൾ ആവർത്തിച്ച് തടസ്സപ്പെടുകയാണ് ചെയ്തത്. ഇതിനിടെയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശബ്ദ വോട്ടിന് തുടക്കമിടുകയും തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം നടത്താതെ പ്രമേയം പാസാക്കുകയും ചെയ്തത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന് ഇന്നലെ നരേന്ദ്രമോദി മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ആവർത്തിച്ചുള്ള തടസ്സങ്ങളും മുദ്രാവാക്യങ്ങളും കാരണം സ്പീക്കർ ലോക്സഭ തന്നെ പിരിച്ചുവിട്ടു. അതായത് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ശ്രമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അടക്കം ഒരു ശ്രമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ ശാരീരികപരമായി ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ MPമാരുടെ മണ്ഡലങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു കലാപം ഉണ്ടാകും. അങ്ങനെ ഒരു ജൻസി കലാപം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം രാജ്യത്ത് നടക്കുക, നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലേക്ക് ഒരു പ്രക്ഷോഭം രാജ്യത്ത് നടക്കുക. അപ്പോൾ ഭരണപക്ഷത്തിലെയും അതായത് BJPയിലെയും കോൺഗ്രസിലെയും നേതാക്കളടക്കം ഒരു അടി ഉണ്ടാക്കി രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം. ഏത് രീതിയിലും മോദിയെ താഴെ ഇറക്കുക. ഇപ്പോൾ നേപ്പാളിലും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലും അടക്കം നടക്കുന്നത് പോലെ ഒരു ജൻസി കലാപങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നതാണ് ഈ ഗുണ്ടയായ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നീക്കം. അതാണ് കുറച്ച് ദിവസത്തിന് മുന്നേ തന്നെ റെയിൽവേയുടെ സഹമന്ത്രിയെ രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നീ രാജ്യത്തിന്റെ രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തത്. അപ്പോൾ തിരിച്ചു തന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, നീയാണ് രാജ്യത്തെ തകർക്കാനായിട്ട് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ്, നീയാണ് രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് വളർന്ന ഒരു പ്രതിപക്ഷ വ്യക്തി എന്ന് തിരിച്ച് ആ സഹമന്ത്രി രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി നാണം വിട്ടുപോയി. ഇതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെയും അത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും ലക്ഷ്യം. രാജ്യത്തെ സമാധാന അന്തരീക്ഷം വെട്ടിമുറിക്കുക അല്ലെങ്കിൽ കീറി മുറിക്കുക, അതിലൊരു കലാപം കൊണ്ട് എങ്ങനെയെങ്കിലും വരിക. അതിനാണ് പ്രധാനമന്ത്രിയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം, ഒരു തിരക്കഥ അവർ ഒരുക്കിയത്. അത് സ്പീക്കർക്ക് അവിടുത്തെ പാർലമെന്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്പീക്കറെ അറിയിക്കുകയും അത് നേരെ SPGയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തതോടുകൂടിയാണ് ആ ഒരു ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ തകർത്തത്. ഇല്ലായിരുന്നെങ്കിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു കലാപം നടക്കുമായിരുന്നു.